ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇത് എൻ്റെ 19ാമത്തെ എപ്പിസോഡ് യൂട്യൂബ് ചാനലിലത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ വരാൻ കാരണം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ KSR ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ വരെ ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയാണ് കോഴിക്കോട് ടു KSR ബാംഗ്ലൂർ വരെ പോകുന്നത്. ഈ വണ്ടി ഓടുന്ന സമയം വൈകിട്ട് 3:30-ക്കാണ്. ഡെയിലി ഓടുന്ന വണ്ടിയാണിത്. വൈകുന്നേരം 3:30 മുതൽ സ്റ്റാർട്ടിങ് ഉള്ള വണ്ടിയാണ്. രാവിലെ അവിടെ KSR ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനിൽ രാവിലെ 6:35 6:40 ആകുമ്പോൾ എത്തും. ഇതുണ്ടോ, KSR ബാംഗ്ലൂർ ടു കോഴിക്കോട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ബോഗി കാണിച്ചു തരാം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് ജനറൽ ബോഗിയാണ്. പിന്നെ ഇത് H1 എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫസ്റ്റ് ക്ലാസ് AC ബോഗി. പിന്നെ ഇത് A2 സെക്കൻഡ് ക്ലാസ്. ഇത് A1 സെക്കൻഡ് ക്ലാസ്. ഇത് B4 തേർഡ് ക്ലാസ്. B3 സെക്കൻഡ് ക്ലാസ്. B2 തേർഡ് ക്ലാസ്. ഇത് B1 തേർഡ് ക്ലാസ്. പിന്നെ ഇതൊക്കെ സ്ലീപ്പർ ക്ലാസ് ആയി. S1 ആയി, S2 ആയി. S5, S7. പിന്നെ ഇത് 1, 2 അത് ഫുള്ള് ജനറലാണ്. അത് ലാസ്റ്റ് വണ്ടിക്ക് ലാസ്റ്റ് എത്തിപ്പോൾ. ഇത് H1 ഫസ്റ്റ് ക്ലാസ് AC-ൻ്റെ ബോഗിയാണിത്. ഫസ്റ്റ് ക്ലാസ് AC-ൻ്റെ ഇതിൽ കയറാൻ പോവാണ്. കണ്ടോ, ഫസ്റ്റ് ക്ലാസ് AC. ഇതുണ്ടോ, ഫസ്റ്റ് ക്ലാസ് AC ബോഗിയാണിത്. കോഴിക്കോട് മുതൽ KSR സിറ്റി ബാംഗ്ലൂർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് AC-ൻ്റെ ബോഗിയാണിത്. നമ്മുടെ യശ്വന്തപൂർ എക്സ്പ്രസ്സിലും ഉണ്ട് കേട്ടോ ഫസ്റ്റ് ക്ലാസ് AC. ഇനി ഇതിൻ്റെ ഓരോരോ സീറ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരിതാണ്. ഈ വണ്ടി ഇപ്പം 12:30-ക്ക് വരികയുള്ളൂ. ഈ വണ്ടി ഇപ്പോൾ 12:35 12:40 ആകുമ്പോൾ ഇവിടെ എത്തുകയുള്ളൂ. ഉണ്ടോ, ഇത് 3:30-ക്ക് ഇവിടുന്ന് പോകും. ഉണ്ടോ, തലോണ, പുതപ്പ്, തലോണ കവർ, ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ട്. ഈ ട്രെയിൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമ ഇല്ലേ, ആ സിനിമയത്തേതാണ് തോന്നുന്നത്. ഇതുണ്ടോ, ഇവിടെ ഇത് 2 പേർക്ക് കിടക്കാനുള്ള സ്ഥലമാണിത്. കപ്പിൾസിന് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ട്രെയിൻ നല്ല സംഭവം കേട്ടോ. ഈ ട്രെയിനിലെല്ലാം സുഖമായിട്ട് പോവാം. അതുകൊണ്ട് ഇവിടെ എമർജൻസീൻ്റെ എന്തൊക്കെയുണ്ട്, എമർജൻസി ബട്ടൺസൊക്കെ ഉണ്ട്. ഭയങ്കര റേറ്റാണ് ഇവിടെ, പക്ഷേ പോകാൻ വേണ്ടിയിട്ടേ നല്ല റേറ്റാണ്. ഒരു 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 സംഭവമുണ്ട്.
2 സംഭവമേ ഉള്ളൂ, 2 പേർക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ 4 ആൾക്ക് എടുക്കാൻ പറ്റുന്നില്ലുള്ളൂ. പിന്നെ ഫുള്ള് 4 ആൾക്ക് എടുക്കാൻ പറ്റുന്നത് ഫാമിലി ആയിട്ട്. അല്ല കേട്ടോ, 3 എണ്ണം ഉണ്ടേ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇതിന് ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്, മറ്റേതുണ്ട്. എന്തായാലും ഈ ഫസ്റ്റ് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര സുഖം കേട്ടോ. ഒരാളുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ല. നമുക്ക് നമ്മളുടെ ഫാമിലി, വേറെ ആൾക്കാരുടെ ഒരു ഇതും ഉണ്ടാവില്ല. കണ്ടോ എന്താ സുഖം. ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ മറ്റേ ജനല വേണമെങ്കിൽ കട്ടർ അങ്ങനെ ഇട്ടാൽ. ലക്ഷറി ട്രെയിനാട്ടോ ഫസ്റ്റ് ക്ലാസ്. ഇനി ഞാൻ വേറെ ബോഗി കാണിച്ചു തരാം, സാധാ AC-ൻ്റെ ബോഗി. 1632 മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 12:13 മണി 42 മിനിറ്റുകൾക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് യാത്രക്കാർക്ക് അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 16324 मंगलुरु सेंट्रल कोयंबटूर. അത് A2, അത് H1. ഫസ്റ്റ് ക്ലാസ് ഒന്നുള്ളൂ, ഒരു ബോഗിയുള്ളൂ. അവർ ഡോറൊക്കെ ലോക്ക് ചെയ്താൽ വണ്ടി പോകുമ്പോഴേ ഉറക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ പോവാം. जनशताब्दी एक्सप्रेस നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ പോവാം. അവിടെ ഫുൾ ക്ലോസ്ഡാ. വണ്ടി പോകുന്ന കാരണേ വണ്ടി പോകുമ്പോഴേ തുറക്കുള്ളൂ. ഇതിനുള്ള എലിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു എലി ഇപ്പോൾ പുറത്തേക്ക് പോയി. നെക്സ്റ്റ് ബോഗിലേക്ക് കിടക്കാൻ പോവാണേ. ഇത് A1 ആട്ടോ. അത് A1 കറക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡോർ ഉണ്ടാവില്ല. മറ്റേത് ഡോർ ഉണ്ടാവും ഫസ്റ്റ് ക്ലാസ്സേ. ഇതിപ്പോൾ നമ്മൾ സാധാ AC സ്ലീപ്പറിലെത്തിയിട്ടോ. 3 ഇതും 1 2 3 ഇതും പിന്നെ സൈഡ് ബർത്തും. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഉണ്ട്. പുതിയ സെറ്റപ്പൊക്കെ ഇറങ്ങി. സെറ്റപ്പ് വണ്ടി ആയപ്പോൾ. അതേമാതിരി തന്നെ നമ്മുടെ സൈഡ് കഴിഞ്ഞിട്ട് നമ്മുടെ 3rd ബർത്ത് വരൂലേ, 3 ബർത്ത്, അവിടെയും ലൈറ്റൊക്കെ വന്നു. പക്ഷേ ലൈറ്റ് ഉണ്ടോ, ബെഡ് ലാമ്പൊക്കെ വന്ന് ചാർജ് ചെയ്യാനുള്ള സ്ഥലം മേലെ ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടി AC അല്ലേ, പക്ഷെ വൃത്തിയില്ല കേട്ടോ. ഉണ്ടോ വാഷ് ബേസിനൊക്കെ ഉണ്ടോ, അവർ വൃത്തിയാക്കിയായിരിക്കും ചിലപ്പോൾ. ഇതുണ്ടോ ഇതിന് മേലൊക്കെ വെള്ളം കണ്ടോ. കണ്ടോ AC കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഉണ്ടോ ഇത് ഫുൾ AC. ഇത് എത്ര ബോഗി വന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്ന് തന്നെ പുറപ്പെടുന്ന വണ്ടിയാണ്. കോഴിക്കോട് ടു KSR ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ വരെ പോകുന്ന വണ്ടിയാണ്. കോഴിക്കോട് നിന്ന് വൈകുന്നേരം 3:30ക്കാണ് എടുക്കുക.
അതേമാതിരി AC ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇത് മംഗലാപുരം, കണ്ണൂർ, ഗോവ വഴിയാണ് പോവുക. ഇത് രാവിലെ 6:40 എത്തുക അവിടെ. കോഴിക്കോട് നിന്ന് 3 വണ്ടി ഓടുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വണ്ടി കോഴിക്കോട് ടു KSR ബാംഗ്ലൂർ, പിന്നെ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഓടുന്നുണ്ട് വൈകുന്നേരം 7:35 നമ്മുടെ കോഴിക്കോട് തന്നെ. പിന്നെ വീക്കിൽ ഓടുന്ന വണ്ടി മംഗളൂർ യശ്വന്തപൂർ വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 വണ്ടി ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ. അതേമാതിരി തന്നെ കണ്ണൂർ യശ്വന്തപൂർ വണ്ടി, ആ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ലാഭം പോവാൻ. ഇതാണെങ്കിൽ കിലോമീറ്ററും കുറവാണ്. അത് വൈകുന്നേരം 7:30 കോഴിക്കോട് നിന്ന് സ്റ്റാർട്ടാവുക. അതിൽ ഫസ്റ്റ് ക്ലാസ് AC ഒക്കെ ഉണ്ട്. പിന്നെ വീക്കിലി ഓടുന്ന വണ്ടി ഉണ്ട്, അത് മംഗലാപുരം യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തൊരു വ്ളോഗാണിത്. എപ്പിസോഡ് നമ്പർ 19. ഓക്കെ, താങ്ക് യു.